Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട 5 പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് കൂടുതൽ അനലൈസ് ചെയ്തെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാം. അതോടൊപ്പം തന്നെ കവർ ചെയ്തു പോകാത്ത ഭാഗങ്ങൾ, നമ്മൾ ഇതുവരെ പഠിക്കാത്ത കവർ ചെയ്യാത്ത ഭാഗങ്ങൾ അതും കൂടി നമുക്ക് കവർ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഒരു ക്ലാസ്സിൽ നമുക്ക് 5 ടോപ്പിക്കുകൾ പഠിച്ചു പോകാം. ഒരു ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് 5 ടോപ്പിക്കുകൾ പഠിച്ചു പോകാം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം വന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്, ആഫ്റ്റർ മീ ഡെല്യൂഗ് എന്ന് പറഞ്ഞത് ആരാണ്? ആഫ്റ്റർ മീ ഡെല്യൂഗ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടാണ്. വെൽഡിസി എന്നുള്ള ചോദ്യമാണ്, ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആഫ്റ്റർ മീ ഡെല്യൂഗ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയിസ് എന്ന് എഴുതും. ലൂയി 15-ാമനാണ്. ലൂയി 15-ാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 ഭരണാധികാരികൾ നമ്മൾ പഠിക്കണം. ഒന്ന് ലൂയി 14-ാമൻ, ലൂയി 15, ലൂയി 16. ലൂയി 14 പറഞ്ഞത് ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ നൊട്ടോറിയസ് ആയിട്ടുള്ള സ്വച്ഛാധിപതിയായിരുന്നു ലൂയി 14. അപ്പൊ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ലൂയി 15, ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ലൂയി 14. ഇനി 16 എന്തായിരുന്നു? ലൂയി 16-ാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തെ ഭരണാധികാരി. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു ഭരണാധികാരി വെച്ചാൽ അത് ലൂയി 16. അപ്പൊ ഈ 3 ഭരണാധികാരികൾ ഓർഡർ പിടിക്കുക. ലൂയി 14, 14 എന്ന് പറഞ്ഞു ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു, 15 പറഞ്ഞ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു, 16 എന്ന് പറയുന്നത് ലൂയി 16-ാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞു. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വർഷം കൂടി നമുക്ക് പഠിക്കാം. 1789-ലായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടന്നത്. 1789-ലായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1850 കലാപം അറിയാലോ. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ രാജവംശം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം മുഗൾ രാജവംശമായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഇതേപോലെ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ രാജവംശം ചോദിച്ചാൽ ഏതായിരുന്നു? ബൂർബോൺ രാജവംശമായിരുന്നു. ബൂർബോൺ എന്നും പറയും, ബൂർബൺ എന്നും പറയും, തെറ്റൊന്നുമില്ല കേട്ടോ. ബൂർബോൺ രാജവംശമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവ കാലത്തെ രാജവംശം ഡൈനാസി ചോദിച്ചാൽ അത് ബൂർബോൺ ആണ്. വർഷം 1789. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് 3 പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ. ഒന്ന് റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ജീൻ ജാക്കസ് റൂസോ എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ട്ലി റൂസോ, സ്പെല്ലിംഗ് തെറ്റരുത്, റൂസോ. ഇതാണ് ജീൻ ജാക്കസ് റൂസോ അല്ലെങ്കിൽ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 2 ബുക്കുകൾ ചോദിക്കും. ഏതാണ് അദ്ദേഹത്തിന്റെ ബുക്കുകൾ? ഒന്ന് സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹിക കരാർ സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട്. രണ്ടാമത് എമിലി എന്ന് പറയുന്ന ബുക്ക്. അപ്പൊ 2 ബുക്കുകളാണ് റൂസോവുമായി ബന്ധപ്പെട്ട്. ഒന്ന് സോഷ്യൽ കോൺട്രാക്ട്, ഒന്ന് എമിലി. ഹി ഈസ് കൺസിഡർഡ് ആസ് ദി പ്രോഫറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവല്ല, പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ എന്ന് ഓർത്തിക്കുക. ഇനി അതിന്റെ കോട്ടം കൂടി ചോദിക്കാനെന്ന കോട്ട, മാൻ ഈസ് ബോൺ ആസ് ഫ്രീ ബട്ട് ഈസ് ഓൾവേസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായ്പ്പോഴും എവിടെയും അവൻ ചങ്ങലകളിലാണ്. ഇതും ആരുടെയാണ്? റൂസോയാണ്. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ നിൽക്കുന്നത് വോൾട്ടയർ ആണ്. ഫ്രാങ്കോയിസ് മേരി എറൗട്ട് എന്നറിയപ്പെടുന്ന വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ, പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വോൾട്ടയർ. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ വ്യക്തി നമുക്കറിയാം മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂമായി ബന്ധപ്പെട്ട് അതിന്റെ 2 പുസ്തകങ്ങൾ ചോദിക്കും. ഒന്ന് ദി സ്പിരിറ്റ് ഓഫ് ലോ. ഏതാണ്? ദി സ്പിരിറ്റ് ഓഫ് ലോ. രണ്ടാമത്തെ പുസ്തകത്തിന് സെപ്പറേഷൻ ഓഫ് പവർ, അധികാര വിഭജന സിദ്ധാന്തം. രാഷ്ട്രത്തിന്റെ അധികാരത്തെ നമ്മൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ 3ആയി തരംതിരിക്കുന്ന രീതിയാണ് സെപ്പറേഷൻ ഓഫ് പവർ, അധികാര വിഭജന സിദ്ധാന്തം. അപ്പൊ സെപ്പറേഷൻ ഓഫ് പവർ ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ലോ, ഈ 2 പുസ്തകങ്ങൾ മൊണ്ടസ്ക്യൂ. അപ്പോൾ റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ 3 വ്യക്തികൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമുക്ക് പഠിക്കും. ഒന്ന് 1789 ജൂൺ 20. ഇതാണ് ഷാർപ്പ് ഡേറ്റ് ആണ് പഠിച്ചു വയ്ക്കുന്നത്. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമരാനുകൂലികളായിട്ടുള്ള ആളുകൾ സമരക്കാരെ എന്ത് ചെയ്യുന്നു? രാജാവിനെ കാണുന്നു. സ്റ്റേറ്റ് ജനറൽ അവരുടെ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്ന് പറയുന്നു. വിളിച്ചു കൂട്ടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവരെല്ലാം കൂടി തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ കയറി ഒരു പ്രതിജ്ഞ നടക്കുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഒരു ഡേറ്റ് കൂടി ഷാർപ്പായിട്ട് പഠിക്കണം. 1789 ജൂലൈ 14. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ജൂലൈ 14 എന്തായിരുന്നു? ഈ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ അവിടെ ഫ്രാൻസിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ജയിലാണ് ബാസിൽ ജയിൽ. ആ ബാസിൽ ജയിൽ തകർക്കുന്നു, അതിലുള്ള ആളുകളെ ഫ്രീ ആക്കുന്നു. ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്നത് ബാസിൽ ജയിലിന്റെ തകർച്ചയാണ്. സോ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് 1789 ജൂലൈ 14, അല്ലെങ്കിൽ ബാസിൽ ജയിൽ തകർത്തെന്ന് വെച്ചാൽ അത് 1789 ജൂലൈ
14. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതും ഓർത്ത് വയ്ക്കുക. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഞാൻ ഫാക്റ്റുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കും. ദാറ്റ് ഈസ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്? ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തി, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തി, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന വ്യക്തി, മാൻ ഓഫ് ദി ഡെസ്റ്റിനി, മാൻ ഓഫ് ദി ഡെസ്റ്റിനി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ലിറ്റിൽ കോർപ്പറൽ, അതോടൊപ്പം തന്നെ മാൻ ഓഫ് ദി ഡെസ്റ്റിനി എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 2 യുദ്ധങ്ങളാണ്. ഒന്ന് വാർ ഓഫ് ലാപ്സീഗ് എന്ന് പറയുന്നത്, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വളരെ അത്യന്തികമായിട്ടുള്ള യുദ്ധം. ഒന്ന് വാർ ഓഫ് ലാപ്സീഗ്, നമുക്ക് ഇമ്പോർട്ടൻ്റ്. രണ്ടാമത് വാട്ടർലൂ യുദ്ധം. ഏതാണ് വാട്ടർലൂ യുദ്ധം? 1815. മറക്കാതെ പഠിക്കുക. 1815 വാട്ടർലൂ യുദ്ധം ബെൽജിയത്തിൽ വെച്ചാണ്. ഈ യുദ്ധത്തിൽ അദ്ദേഹം പരിപൂർണമായി പരാജയപ്പെടും. അദ്ദേഹത്തെ എൽബാ ദ്വീപിലേക്ക് നാട് കടത്തുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം അവിടെ വെച്ച് 1825 അദ്ദേഹം അവിടെ വെച്ച് 24 അദ്ദേഹം വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ യുദ്ധം മറക്കണ്ട, 1815 ബെൽജിയത്തിൽ വെച്ചാണ്. ഇനി വാട്ടർ യുദ്ധത്തെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതാ? ഹു ഡിഫീറ്റഡ് നെപ്പോളിയൻ ബോണപ്പാർട്ട്? നമ്മളെല്ലാം അറിയുന്ന ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലിയാണ് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത്. നമ്മുടെ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ, പഴശ്ശിരാജയെ പരാജയപ്പെടുത്തിയ ആർതർ വെല്ലസ്ലിയാണ് ആരെയും പരാജയപ്പെടുത്തുന്നത്? വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തുന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ഇനി നമുക്ക് പറയാറുണ്ട് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നെപ്പോളിയനൊക്കെ കോഡ് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഗില്ലറ്റിൻ കണ്ടുപിടിച്ചതും അതുമായി ബന്ധപ്പെട്ട ഡാൻഡൻ, റോബസ്പിയർ, അതൊക്കെ നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ മീ ഡെല്യൂക്ക് എന്ന് പറയുന്ന ആരാണ്? ലൂയി 15. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടു. ക്ലിയർ അല്ലേ? ഓക്കെ. then നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് on which date ഭോപ്പാൽ ട്രാജഡി happened? ഭോപ്പാൽ ദുരന്തം നടന്നത് എന്നാണ്. ഭോപ്പാൽ ദുരന്തം നടന്നത് എന്നാണ് ഭോപ്പാൽ ദുരന്തം നടന്നത്? വളരെ പ്രസമായ സമയം 1984, 1984 ഡിസംബർ 3. മറക്കാതെ പഠിച്ചു. 1984 ഡിസംബർ 3 ഭോപ്പാൽ ദുരന്തം നടന്നത്. മധ്യപ്രദേശിന്റെ ക്യാപിറ്റലായ ഭോപ്പാലാണ് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ നിന്നും മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വിഷവാതകം പുറത്ത് ലീക്കായി ആയിരക്കണക്കിന് ആളുകൾ മരിക്കും. ഇതാണ് ഭോപ്പാൽ ദുരന്തം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 3 ഫാക്റ്റുകൾ പഠിക്കുക. ഒന്ന് ഷാർപ്പ് ഡേറ്റ് പഠിക്കുക. 1984 ഡിസംബർ 3 ഭോപ്പാൽ ദുരന്തം ഓർക്കുക. മധ്യപ്രദേശിലാണ് പഠിക്കുക. പോയിസൺ ചോദ്യം ഓർത്ത് വയ്ക്കുക. പോയിസൺ ഗ്യാസ്, ഇതിന് കാരണമായ പോയിസൺ ഗ്യാസ് മീഥൈൽ ഐസോസൈനേറ്റ് ആയിരുന്നു വാതകം, വിഷവാതകം. അതോടൊപ്പം ഏതായിരുന്നു അമേരിക്കൻ ബേസ്ഡ് കമ്പനി? അമേരിക്കൻ ബേസ്ഡ് കമ്പനി എന്ന് പറയുന്നത് ഏതാണ്? യൂണിയൻ കാർബൈഡ്. ഏതാ പറയാ? യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ആ കമ്പനിയുടെയാണ് ഈ വിഷവാതകം ചോർന്ന് വിഷയമുണ്ടായത്. അപ്പോൾ അവർക്ക് യൂണിയൻ കാർബൈഡ് കമ്പനിയാണ് നിർത്തിക്കുക. ഇനി ഇതിന്റെ ഓണർ ആരായിരുന്നു? യൂണിയൻ കാർബൈഡ് എന്ന കമ്പനിയുടെ ഓണർ. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. അന്ന് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് പിടികൂടാൻ കഴിഞ്ഞില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു. ഇതിന് വിധിയൊക്കെ വന്നു. മരിച്ച ആളുകൾക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടിയത്. വളരെ വിവാദകമായ സംഭവമായിരുന്നു. ആരായിരുന്നു ഇതിന്റെ ഓണർ? വാറൻ ആൻഡേഴ്സൺ. ആരാണ്? വാറൻ ആൻഡേഴ്സൺ. അപ്പോൾ വാറൻ ആൻഡേഴ്സൺ മറക്കണ്ട. then യൂണിയൻ കാർബൈഡ് is presently known as Dow Chemicals. കിട്ടിയോ? ആ കമ്പനി കൂടി പിന്നീട് അത് ഡൗ കെമിക്കൽസ് എന്ന പേരിലാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഇപ്പോഴത്തെ പേര് ഡൗ കെമിക്കൽസ് ആണ്. അതിന്റെ ഓണർ എന്ന് പറയുന്നത് വാറൻ ആൻഡേഴ്സൺ ആണ്. അന്നത്തെ കാരണം എന്തായിരുന്നു? മീഥൈൽ ഐസോസൈനേറ്റ് ലീക്ക് ആയതായിരുന്നു. ഡേറ്റ് 1984 ഡിസംബർ 3 ഭോപ്പാൽ ഇൻ മധ്യപ്രദേശ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭോപ്പാൽ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത വേണ്ടത്, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എത്രാമത്തെ ചോദ്യം? മൂന്നാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യം അല്ലേ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഏതാണ്? ഹൗ മെനി വീറ്റോ ഈസ് എൻജോയ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ രാഷ്ട്രപതി എത്ര തരത്തിലുള്ള വീറ്റോ അധികാരങ്ങൾ ഉപയോഗിക്കുമെന്നാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി വീറ്റോ അധികാരങ്ങൾ, എത്ര തരത്തിലുള്ള വീറ്റോ അധികാരങ്ങൾ ഉപയോഗിക്കുന്നു? നമുക്കറിയാം വീറ്റോ പവർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ വീറ്റോ പവർ എത്ര തരത്തിലുണ്ട്, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള വീറ്റോ പവറാണ് നമ്മുടെ രാഷ്ട്രപതി എൻജോയ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓർത്തിക്കുക, രാഷ്ട്രപതി 3 തരത്തിലുള്ള വീറ്റോ പവർ. ഒന്ന് ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്, ആബ്സല്യൂട്ട് വീറ്റോ. രണ്ടാമത് സസ്പെൻസീവ് വീറ്റോ. ദെൻ തേർഡ് വൺ പോക്കറ്റ് വീറ്റോ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പോക്കറ്റ് വീറ്റോ. ഇങ്ങനെ 3 തരത്തിലുള്ള വീറ്റോ പവറുകളാണ് ആർക്കുള്ളത്? നമ്മുടെ രാഷ്ട്രപതിക്കുള്ളത്. 3 തരത്തിലുള്ള വീറ്റോകൾ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പാസിംഗ് എ ബിൽ ഫ്രം പാർലമെന്റ് കം ടു ദി ടേബിൾ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹി മേ ബി സൈൻഡ് ഓർ നോട്ട്. ഇതാണ് പറയുന്നത്. എന്താ കാര്യം മനസ്സിലായോ? ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതിയുടെ സൈൻ വേണം. അപ്പോൾ രാജ്യസഭയും ലോകസഭയും, ദാറ്റ് മീൻസ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ മുൻപാകെ എത്തുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രപതി ടേബിൾ എത്തുമ്പോൾ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാം, വേണമെങ്കിൽ സൈൻ ചെയ്യാതിരിക്കാം. മേ ബി നോട്ട് ഓർ
നിർത്തില്ല. വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. ക്ലിയർ? ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് വീറ്റോ. അതായത് ഡിസ്ക്രിഷണറി പവർ. അതായത് വേണമെങ്കിൽ സൈൻ ചെയ്യാം, വേണമെങ്കിൽ സൈൻ ചെയ്തായിരിക്കാം. ഇതാണ് ഏത് പറയുന്നത്? അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ക്ലിയർ ആയാലേ? രണ്ടാമത്തെ സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ പാസിംഗ് എ ബിൽ ഫ്രം പാർലമെന്റ് കം ടു ദി ടേബിൾ ഓഫ് പ്രസിഡന്റ് ഹി റീസെൻഡ് ബാക്ക് അല്ലെങ്കിൽ സെൻഡ് ബാക്ക് ടു പാർലമെന്റ് ഫോർ റീകൺസിഡറേഷൻ എന്ന് പറയാം. പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതി മുൻപാകെ എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും എവിടേക്ക് തിരിച്ചയക്കുന്നു? പാർലമെന്റിലേക്ക് വീണ്ടും പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുന്നു. ഈ ബില്ല് തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഈ ബില്ല് ജനങ്ങൾക്ക് ഗുണകരമല്ല, അതുകൊണ്ട് ഇത് നിങ്ങൾ വീണ്ടും ഒന്ന് പരിശോധിക്കണം, വീണ്ടും തിരിച്ചയക്കുക. സെൻഡ് ബാക്ക് ടു പാർലമെന്റ്, പാർലമെന്റിലേക്ക് വീണ്ടും തിരിച്ചയക്കുക. അതിനാണ് നമ്മൾ തോന്നുന്നത് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. പിന്നീട് പാർലമെന്റ് ഇത് ഭേദഗതി ചെയ്തിട്ടോ ചെയ്യാതെയോ, വിത്ത് ഓർ വിത്തൗട്ട് അമെന്റ്മെന്റ് എന്ന് പറയാം, ഭേദഗതി ചെയ്തിട്ടോ ചെയ്യാതെയോ വീണ്ടും പാസ്സാക്കി രാഷ്ട്രപതി മുൻപാകെ രാഷ്ട്രപതി സൈൻ ചെയ്ത് കൊടുക്കണം. ക്ലിയർ അല്ലേ? ഇതാണ് സസ്പെൻസ് വീറ്റോ. അപ്പോൾ സസ്പെൻസ് വീറ്റോ എന്ന് വെച്ചാൽ പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതിക്ക് മുന്നാകുന്നത് രാഷ്ട്രപതി വീണ്ടും തിരിച്ചയക്കുന്നു, വീണ്ടും തിരിച്ചയക്കുക. അതിനാണ് എന്ത് പറയുന്നത്? സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. സസ്പെൻസീവ് വീറ്റോ കനോട്ട് ബി അപ്ലൈഡ് ഓൺ മണി ബിൽ. അതും കൂടി ഓർക്കുക. മണി ബില്ലിന്റെ കാര്യത്തിൽ സസ്പെൻസീവ് വീറ്റോ പാടില്ല. മണി ബില്ലിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് തിരിച്ചയക്കാൻ പറ്റില്ല, പ്രസിഡന്റ് സൈൻ ചെയ്തേ പറ്റൂ എന്നർത്ഥം, അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു വയ്ക്കണം എന്നാണ് അർത്ഥം. അതായത് തിരിച്ചയക്കാൻ പറ്റില്ല. കാരണം മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ പാർലമെന്റ് ഓൺ ദി പ്രീവിയസ് സാങ്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മണി ബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടൂ. എങ്ങനെ? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടി മാത്രമേ ലോകസഭയിൽ അവതരിക്കാൻ പറ്റൂ. അപ്പോൾ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്. പിന്നെ അതിനുശേഷം രാജ്യസഭയിൽ കൊണ്ടുവന്നു. അതിനുശേഷം പ്രസിഡന്റ് പിന്നെ തിരിച്ചയക്കാൻ പാടില്ല, കാരണം അദ്ദേഹത്തിന് മുൻകൂർ അനുവാദത്തോടു കൂടിയാണ് അത് പാസ്സാക്കിയത്. അതുകൊണ്ട് മണി ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് സസ്പെൻസീവ് വീറ്റോ ഉപയോഗിക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ദെൻ തേർഡ് വൺ, പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പാസിംഗ് എ ബിൽ കം ടു ദി ടേബിൾ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റ് മുന്നിലേക്ക് എത്തുന്നു. പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? വിത്തൗട്ട് ഇറ്റ് ഇൻഡെഫിനിറ്റ് പീരീഡ്. രാഷ്ട്രപതി ഇത് കയ്യിലെടുത്ത് വെക്കുന്നു. ഇൻഡെഫിനിറ്റ്, അനിശ്ചിത കാലത്തേക്ക് എടുത്തു വെക്കുന്നു. ഒപ്പ് ഇടുന്നില്ല, സൈൻ ചെയ്യുന്നില്ല, തിരിച്ചയക്കുന്നില്ല, അത് കയ്യിൽ പിടിച്ചു. എത്ര കാലം വെച്ചാൽ അതിനർത്ഥമൊന്നുമില്ല. എത്ര കാലം വേണമെങ്കിൽ അദ്ദേഹം പിടിച്ചു വയ്ക്കുക. എന്ന് വെച്ചാൽ ആ ബില്ല് പാസ്സാകാൻ സാധ്യത വളരെ കുറവാണെന്ന് അർത്ഥം. ആ ബില്ല് പാസ്സാകാൻ വളരെ സാധ്യത കുറവാണ്. ഇതാണ് തോന്നുന്നത് പോക്കറ്റ് വീറ്റോ എന്നുള്ളത്. ഗ്യാനി സെയിൽ സിംഗ് ഇസ് എ ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് പോക്കറ്റ് വീറ്റോ യൂസർ. ഈ പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് വെച്ചത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണെന്ന കാര്യം കൂടി ഓർത്തിക്കുക. അപ്പൊ ക്ലിയർ ആണ്. ഇതാണ് 3. അപ്പൊ നമ്മുടെ രാഷ്ട്രപതി ഉപയോഗിക്കുന്ന 3 വീറ്റോ പവറുകളാണിത്. ഈ പറഞ്ഞ വീറ്റോ പവറിലായിരിക്കുന്ന അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, അതോടൊപ്പം തന്നെ പോക്കറ്റ് വീറ്റോ. 3 വീറ്റോകൾ. ഈ പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാ പറഞ്ഞത്? ഗ്യാനി സെയിൽ സിംഗ് പറഞ്ഞു. ക്ലിയർ ആയ? അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇതിന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്നത് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്ര. നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? ബ്രഹ്മപുത്രയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നത് സുബാൻസിരി എന്ന് പറയുന്ന നദിയാണ്. സുബാൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. അതൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി വെച്ചാൽ നമ്മൾ ഇത് പഠിക്കും. കാളിന്തി എന്നറിയപ്പെടുന്ന യമുന. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക വെച്ചാൽ കാളിന്തി എന്നറിയപ്പെടുന്ന യമുന. അതോടൊപ്പം മറ്റൊരു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയാണ് സിന്ധു. സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി പറയാ ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ചിനാബ്. പക്ഷേ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടി വെച്ചാൽ അത് സത്ലജ് അല്ലെ. അപ്പൊ സത്ലജ് നിങ്ങൾക്ക് കാണും, ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയാണ് സത്ലജ്. അതല്ല സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോർഷൻ അത് ചിനാബാണ്. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? യമുനയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും നീളം കൂടിയ നദി പോഷക നദിയാണ് സുബൻസിരി എന്നും കൂടി ഓർത്തുക. അപ്പൊ ബ്രഹ്മപുത്ര എന്നൊക്കെ പഠിക്കുമ്പോൾ അതിനും കൂടെ ചേർത്ത് പഠിക്കുക. റെഡ് റിവർ ചുവന്ന നദിയാണ്, ഏറ്റവും ആഴത്തിലുള്ള നദിയാണ്, ഏറ്റവും റിച്ചസ്റ്റ് ജലസമൃദ്ധമായിട്ടുള്ള നദിയാണ്, പൊല്യൂഷൻ വളരെ കുറവുള്ള നദിയാണ്, പുരുഷനാമധേയമുള്ള നദി. ഇതെല്ലാം ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ടിബറ്റിലെ മാനസരോവറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. നമ്മുടെ ടിബറ്റിലെ ചമയാങ്സു ഗ്ലേസിയർ എന്നാണ് അത് ഉത്ഭവിക്കുന്നത്. സാങ്പോ എന്നറിയപ്പെടുന്നു. അതിനുശേഷം പിന്നെ അത് ദിബാങ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിനുശേഷം ആസാമിലെ സാദി എന്ന സ്ഥലം മുതലാണ് അത് ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം ആസാമിൽ വന്നാൽ അവിടെ നദി 2ആയി സ്പ്ലിറ്റ് ആവുന്ന അടുക്കൊരു ദ്വീപ് വരുന്നു. അതാണ് മജുലി റിവർ ഐലാൻഡ് എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. മജുലി റിവർ ഐലാൻഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി റിവർ ഐലാൻഡ്. അത് ആസാമിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. അതിനുശേഷം അത് വെസ്റ്റ് ബംഗാളിലേക്ക് കയറുന്നു. അതിനുശേഷം ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്ക് അത് പോകുന്നു. ഇതാണ് ബ്രഹ്മപുത്ര നദിയുടെ കോഴ്സ്. അപ്പോൾ അതൊക്കെ അതിനോട് ചേർത്ത് വെച്ച് പഠിക്കുക. പിന്നെ 2 പാലങ്ങൾ പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ റോഡ് ബ്രിഡ്ജ്. മേലക്കടെ ട്രെയിൻ ഓടുന്നു, അടിക്കടെ സാധാരണ നമ്മുടെ വാഹനം. അതാണ് റെയിൽ റോഡ് ബ്രിഡ്ജ്. അതാണ് ബോഗിബീൽ. റീസെന്റ് ഓപ്പൺ ചെയ്ത ബോഗിബീൽ, അത് ബ്രഹ്മപുത്ര നദിയിലാണ്. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജ്, നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ചോദിച്ചാൽ അതേതാണ്? അത് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. അത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലൗഹിത്യയിലാണ് ഭൂപൻ ഹസാരിക. എന്ന 2 വളരെ പ്രധാനപ്പെട്ട ബ്രിഡ്ജുകളും ഇതിലുണ്ട്.
ബ്രഹ്മപുത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ നമ്മുടെ 4th ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ. ദെൻ 5th 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടൊരു ചോദ്യമാണ്. ഹലനോദനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏതാണ്? വില്ലുവണ്ടി സമരം നടന്നത് എന്നാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം നടന്നത് 1893 അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം നടന്നത്. ഇത് പഠിക്കുമ്പോൾ ഈ വർഷം പഠിച്ചിരിക്കും. ഒന്ന്, വില്ലുവണ്ടി സമരം നടന്നതാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന വില്ലുവണ്ടി സമരം നടന്നത് 1823 അതോടൊപ്പം ഗാന്ധി വെൻ ടു സൗത്ത് ആഫ്രിക്ക ഫോർ ലീഗൽ പ്രാക്ടീസ്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയില്ലേ? ലീഗൽ പ്രാക്ടീസ് നിയമ എന്താ പറയുക ഉപദേശമായിട്ട് സൗത്ത് ആഫ്രിക്ക പോയത് 1893 വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രഭാഷണം 1893 വൺ മോർ ആനി ബെസന്റ് കെയിം ഇൻ ഇന്ത്യ. ആനി ബെസന്റ് ഇന്ത്യയിൽ വന്ന വർഷം. ഇതെല്ലാം 1893 അപ്പോൾ വർഷങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കോർത്തനയ്ക്ക് ഒരു വർഷത്തിൽ കിട്ടാവുന്നതെല്ലാം ഒരുമിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അടുത്തടുത്ത വർഷങ്ങൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. വർഷങ്ങൾ എങ്ങനെ പഠിക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. സോ 1893 വില്ലുവണ്ടി സമരം നടന്നതെന്ന് ഓർക്കുക. ഇനി അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം പഠിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സമരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സമരമുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കണം. ഒന്ന്, അയ്യങ്കാളിയുടെ 1912 നെടുമങ്ങാട് മാർക്കറ്റ് ലഹള കിട്ടിയാം. നെടുമങ്ങാട് ചന്തലഹള 1912 നടന്നത്. അതോടൊപ്പം 1915 അദ്ദേഹത്തിന്റെ 1915 പെരിനാട് സർവസമുദായ സമ്മേളനം. പെരിനാട് സർവസമുദായ സമ്മേളനം 1915 അയ്യങ്കാളിയുടെ നടന്നത്. 12 നെടുമങ്ങാട് ചന്തലഹള, 15 പെരിനാട് സർവസമുദായ സമ്മേളനം. അതോടൊപ്പം 1915 കല്ലുമാല സമരം. ഏതാണ്? കല്ലുമാല സമരവും 1915 അന്ന് താഴ്ന്ന ജാതിക്കാർക്ക് മെറ്റൽ കൊണ്ട്, ലോഹങ്ങൾ കൊണ്ടുള്ള, സ്വർണ്ണ വില കൊണ്ടുള്ള ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കല്ല് കൊണ്ടുള്ള മാലകൾ ഉപയോഗിക്കാൻ പാടും. അപ്പോൾ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇവർ നടത്തിയ സമരമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. അതിനുശേഷം 1915 മറ്റൊന്നും കൂടി നടന്നു. ഏതാണ്? അതാണ് പുലയലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ഊരുട്ടമ്പലം ലഹള, അല്ലെങ്കിൽ മറ്റൊന്നും കൂടി നമ്മൾ പറയുന്നത് എന്താ പറയാ, 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം 1900 കൊല്ലവർഷം 1900 നടന്നത്. അതുകൊണ്ടാണ് ഇതിന് ഊരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്ന് നമ്മൾ പറയും. എന്തായാലും സംഭവം, താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള കുട്ടികളെ വിദ്യാലയങ്ങളിൽ, ഊരുട്ടമ്പലം സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ലഹളയാണ് ഏത്? ഊരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. അങ്ങനെ പഞ്ചമി എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥിയെ ആ ഊരുട്ടമ്പല സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ലഹളയാണ് ഊരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള, പുലയലഹള എന്നൊക്കെ അറിയപ്പെടുന്നു. 1915 കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പം ഇത്രയും നമ്മൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് ലഹളകളുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുണ്ട് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വെങ്ങാനൂരൊക്കെ പഠിക്കണം. അദ്ദേഹത്തിന്റെ പ്രജാമൂലം ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്ത വർഷം, ഇതൊക്കെ അതിനോട് ബന്ധപ്പെട്ട് പഠിക്കാം. വെങ്ങാനൂർ ഓർത്തു വയ്ക്കുക, ചിത്രകൂടം, ഇതൊക്കെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചത്. 5 ചോദ്യങ്ങളിൽ നിന്നുകൊണ്ട് 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 98468093 എന്ന നമ്പറിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മറുപടി കിട്ടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതേപോലെ നമുക്ക് നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹിസ്റ്റോറിയ ചാനലിൻ്റെ ആപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോകളെല്ലാം നിങ്ങൾക്ക് എപ്പോഴും കാണാം. അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ വീഡിയോകൾ കാണാൻ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകളും രേഖപ്പെടുത്തുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.